പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന ബോംബെയുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ഗോൺസാലോ ഗാർസിയയുടെ തിരുനാൾ. രണ്ടുപേര് ഇരുവശത്തു നിന്നും കുന്തം കൊണ്ട് കുത്തി രണ്ട് വശത്തു നിന്നും ഹൃദയം തകർത്ത് കളഞ്ഞൊരു വിശുദ്ധൻ. ശരിക്കും നല്ല ഭംഗിയായിട്ട് കച്ചവടമൊക്കെ നടത്തി സമൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരുന്നൊരു കാലത്ത് ഫ്രാൻസിസ്കൻ മിഷണറിമാരെ പരിചയപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി ഇങ്ങനെ വചനം പറയാനായി ധൈര്യപൂർവ്വം ഇറങ്ങിത്തിരിച്ച ഒരു വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ ചോയ്സാണ് നമ്മളിവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞല്ലോ, ഏറ്റവും നന്നായിട്ട് കച്ചവടമൊക്കെ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു കാലത്ത് അയാൾ തീരുമാനിക്കുകയാണ്, എനിക്ക് വേറൊന്നും വേണ്ട, ഈശോയെ പറഞ്ഞാൽ മതി, അവിടുത്തെ മിഷണറി ആയാൽ മതി. അങ്ങനെ തീരുമാനിച്ചതിൻ്റെ അവസാനം ജീവൻ പോലും വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടും ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ട നിലപാടുകളെടുത്ത ധീരനായിട്ടുള്ളൊരു വിശുദ്ധൻ. ഒന്നാമത്തെ വായനയിൽ സോളമൻ രാജാവിൻ്റെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നു. കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് ബലിപീഠത്തിങ്കലാണ്. ഈ ബലിപീഠത്തിങ്കൽ പ്രത്യക്ഷപ്പെട്ടിട്ട് കർത്താവ് വരം ചോദിക്കാൻ പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചേക്കാം. സോളമൻ്റെ മുൻപിൽ ഇതിലും നല്ലൊരു ഓപ്ഷൻ കിട്ടാനില്ല. കാരണം ദാവീദ് എന്ന് പറയുന്ന മഹാനായ തൻ്റെ അപ്പൻ, മഹാനായ ഒരു ഇസ്രായേൽ രാജാവിൻ്റെ പിന്നാലെ വരുമ്പോൾ സോളമൻ രാജാവിന് അതിൻ്റെതായിട്ടുള്ള ഇൻഹിബിഷൻസ് ഒക്കെ ഉണ്ട്, പേടിയുണ്ട്, ആകുലത, ഉത്കണ്ഠയുണ്ട്, എങ്ങനെ പോകുമെന്നുള്ള ഒരു പിടുത്തമില്ലായ്മയുണ്ട്. ആ സമയത്ത് സ്വർഗം ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഇസ്രായേലിൻ്റെ ഏറ്റവും ബെസ്റ്റ് രാജാവാകാനായിട്ടുള്ളൊരു ചാൻസാണ് മുമ്പിൽ കിടക്കണേ. പക്ഷേ സോളമൻ ചോദിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങേ ജനത്തെ ഭരിക്കാൻ പോകുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. ചോദിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടും അദ്ദേഹം ചോദിക്കുന്നത്, നമ്മളെ ഗോൺസാലോ ഗാർസിയനെ കുറിച്ച് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചോയ്സ് ഇങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. സ്വർഗം പ്രസാദിക്കുന്ന ചോയ്സാണ് അദ്ദേഹം എടുക്കുന്നത്. അത് നമ്മൾ വചനത്തിൽ തന്നെ കാണുന്നുണ്ട്. സോളമൻ്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. മാത്രമല്ല, നീ ചോദിക്കാത്തവ കൂടി ഞാൻ തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. ഇങ്ങനെ കർത്താവിന് വേണ്ടി ചോയ്സ് എടുക്കുമ്പോൾ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുക, മറ്റുള്ളതൊക്കെ കൂട്ടിച്ചേർക്കപ്പെടുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കർത്താവ് പറയാണ്, നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. ഇവരുടെയൊക്കെ ചോയ്സ് അത് സ്വർഗം പ്രസാദിക്കുന്ന വിധത്തിലുള്ള നന്മയുള്ള ചോയ്സുകളായിരുന്നു. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്കും നമ്മുടെ ചോയ്സുകളെ കുറിച്ചൊന്ന് റീവാലുവേറ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. 119 സങ്കീർത്തനമാണ്, കർത്താവെ അങ്ങേ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ അങ്ങേ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. വേറൊന്നുമല്ല, എൻ്റെ രീതികളല്ല, എൻ്റെ ആഗ്രഹങ്ങളല്ല, എൻ്റെ സ്വപ്നങ്ങളല്ല, നേരെ മറിച്ച് അങ്ങയുടെ ചട്ടങ്ങൾക്കനുസരിച്ച് ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ഒക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ട കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇനി നമ്മുടെ ചോയ്സ് സ്വർഗം പ്രസാദിക്കുന്ന വിധത്തിലുള്ള ചോയ്സസ് ആയിരിക്കട്ടെ. നമ്മുടെ മുൻപിൽ ലോകത്തിൻ്റെതായിട്ടുള്ള സന്തോഷവും കർത്താവിൻ്റെതായിട്ടുള്ള സ്വർഗത്തിൻ്റെ പ്രകാശവും ഇരിക്കുമ്പോൾ അത് സ്വർഗത്തെ തിരഞ്ഞെടുക്കാനായി, കർത്താവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനായി മക്കളും കർത്താവും ഇങ്ങനെ രണ്ട് സൈഡിലായിട്ടിരിക്കുമ്പോൾ എനിക്ക് കർത്താവിനെ മതി എന്ന് പറഞ്ഞ് പോയ ആളുകളാണ് നമ്മൾ കൺമുൻപിൽ കാണുന്ന വിശുദ്ധന്മാർ. എനിക്ക് കർത്താവിനെ മതിയെന്നേ, കർത്താവ് തന്ന മക്കളായത്. എനിക്ക് അപ്പനെ വേണോ ഈശോയെ വേണോ എന്ന് തീരുമാനമെടുക്കാനായിട്ട് ശിഷ്യന്മാർക്ക് ഒരു നിമിഷത്തെ പോലും ആലോചന വേണ്ടി വന്നില്ലല്ലോ. അവർ വഞ്ചി ഉപേക്ഷിച്ച് വലയിട്ട് പിതാവിനെയും വിട്ട് അവനെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ചോയ്സ് അതെപ്പോഴും
സ്വർഗത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കട്ടെ. അപ്പോൾ മാത്രം മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചും കാത്തും അതിനുവേണ്ടി അലഞ്ഞും നടന്ന കാര്യങ്ങളിൽ കുറച്ചൊക്കെ കിട്ടിയെന്നിരിക്കും. അത് മുഴുവനായിട്ടൊന്നുമില്ലല്ലോ. ഇപ്പോഴും ഇത്രയും കാലമായിട്ട് നമ്മുടെ ചോയ്സുകളിൽ എന്താണ് പൂർണ്ണമായിട്ടും നമ്മളൊന്ന് കരസ്ഥമാക്കിയിട്ടുള്ളത്, കയ്യിലാക്കാൻ പറ്റിയിട്ടുള്ളത്? തമ്പുരാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ചോയ്സസ് ഒന്ന് രൂപപ്പെടുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കർത്താവിന് വേണ്ടി ആഗ്രഹിച്ചു തുടങ്ങാം. കർത്താവിന് വേണ്ടിയിട്ട് ഇനി ജീവിതം ഒന്ന് ക്രമപ്പെടുത്തി തുടങ്ങാം. ഈശോയെ പ്രസാദിപ്പിക്കുന്ന വിധത്തിൽ എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒന്ന് മാറ്റി ഒന്ന് രൂപപ്പെടുത്തി തുടങ്ങാം. അത് തീർച്ചയായും വലിയ അനുഗ്രഹത്തിന് കാരണമാണ്. സോളമന് കർത്താവ് അനുഗ്രഹം കൊടുത്തതുപോലെ കർത്താവ് ഞങ്ങളെ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ആശീർവാദത്തിനായി പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രത്യക്ഷപ്പെടുന്ന കർത്താവിൻ്റെ മുൻപിൽ എളിമപ്പെടുന്ന സോളമനെ കണക്ക് നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിൽ താഴ്മയോടുകൂടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ ചട്ടങ്ങൾ പഠിപ്പിക്കണമേ, ഞങ്ങൾക്ക് അത് മാത്രം മതി, അങ്ങയുടെ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ട കൃപ തരണമേ എന്ന അപേക്ഷയോടും ആഗ്രഹത്തോടും കൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.